കോഴിക്കോട് പ്രൈവറ്റ് ബസ്സിൽ യാത്രക്കാരന് ഡ്രൈവറുടെ മർദ്ദനമേറ്റു. പന്തീരങ്കാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു ബസ്സിലാണ് സംഭവം നടന്നത്. പിൻസീറ്റിൽ യാത്ര ചെയ്ത മറ്റൊരു ബസ്സിലെ ഡ്രൈവർ റംഷാദാണ് ആക്രമിച്ചത്. CCTV ദൃശ്യങ്ങൾ 24-നാണ്. വെച്ച് ആൾക്കാരെ മർദ്ദിക്കാൻ ഇയാൾക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തതെന്ന് നമ്മൾ അറിയാതെ ആലോചിച്ചു പോകും. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. എന്താ രാഹുൽ ഈ ബസ്സിലുണ്ടായത്? SKN ഗുഡ് മോർണിംഗ്. ക്രിമിനലായ ഒരു ബസ് ഡ്രൈവറുടെ ഗുണ്ടായിസമാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പന്തീരങ്കാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ 20-ാം തീയതി രാത്രി 9:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ആക്രമണത്തിന് കാരണം നിസ്സാരമാണ് SKN. അതായത് ഈ ബസ്സിലെ ഏറ്റവും പിറകിലെ സീറ്റിൽ യാത്ര ചെയ്യുകയായിരുന്നു മാങ്കാവ് സ്വദേശിയായിട്ടുള്ള നിഷാദ്. ഈ നിഷാദിൻ്റെ തൊട്ടടുത്താണ് കോഴിക്കോട് തന്നെ ഒരു ബസ്സിൽ ഡ്രൈവറായിട്ടുള്ള പറമ്പിൽ ബസാർ സ്വദേശി റംഷാദ് യാത്ര ചെയ്യുന്നത്. റംഷാദ് ഈ യാത്രക്കാരനെ തോളിൽ കൈവച്ചു. എന്നാൽ ഈ യാത്രക്കാരൻ കൈ മാറ്റാൻ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ പ്രതി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആദ്യം കൈകൊണ്ട് കഴുത്തിൽ വരിഞ്ഞു മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് തടഞ്ഞപ്പോൾ മർദ്ദിച്ച് നിലത്ത് വീഴ്ത്തുകയാണ്. അതിനുശേഷം മുഖത്ത് പലതവണ ആഞ്ഞടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് ഈ പരാതിക്കാരൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പണവും മൊബൈൽ ഫോണും ഈ പ്രതി കൈക്കലാക്കുന്നത്. അതിനുശേഷം യാത്രക്കാരും ഈ ബസ്സിലെ ജീവനക്കാരെ നോക്കി നിൽക്കെ വീണ്ടും മർദ്ദിക്കുകയാണ്. അതിനുശേഷം ബസ് നിർത്തിയപ്പോഴാണ് ഡോറ് തുറന്ന ശേഷം ഈ പരാതിക്കാരനെ ചവിട്ടി നിലത്തേക്ക് വീഴ്ത്തുന്ന ഒരു സാഹചര്യം, പുറത്തേക്ക് തള്ളിയിരുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ CCTV ദൃശ്യങ്ങൾ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരനായിട്ടുള്ള മാങ്കാവ് സ്വദേശി നിഷാദ് കസവ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പറമ്പിൽ ബസാർ സ്വദേശിയായിട്ടുള്ള റംഷാദ് പോലീസിന്റെ പിടിയിലാകുന്നത്. ഈ പ്രതി ഈ സംഭവ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി നമുക്ക് നൽകുന്ന വിവരം. എന്താണെങ്കിലും ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവർമാരെ ബസ്സിൽ നിയോഗിക്കരുതെന്ന ആവശ്യം യാത്രക്കാരുടെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടാകുന്നുണ്ട്. SKN സൂചിപ്പിച്ച പോലെ തന്നെ എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിൽ യാത്രക്കാരെയൊക്കെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് എന്ന കാര്യവും ഈ സാഹചര്യത്തിൽ പ്രസക്തമായ ഒരു ചോദ്യമായി ഉയരുന്നു. SKN. താങ്ക് യു രാഹുൽ സുരേഷ്.